അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബറിലേക്ക് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ എംഎൽഎമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. അതേസമയം കഞ്ഞിക്കലവുമായി സഭയ്ക്ക് പുറത്ത് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ശ്യാം കങ്കാലിലുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ശ്യാം, നിയമസഭാ സമ്മേളനം ആരംഭിച്ചിട്ട് നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിന്ന ആദ്യത്തെ ദിവസമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. സർക്കാരിൻ്റെ നിലപാടിനെതിരെ സ്പീക്കർ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ബഹളം വയ്ക്കുന്ന സാഹചര്യമടക്കം ഉണ്ടായിട്ടുണ്ട്. സഭാതലം ഇന്ന് പൂർണ്ണമായും പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തീർച്ചയായും വിഷ്ണു ശർമ്മ, സർക്കാരിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടങ്ങിയത്. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയത്താണ് വീണ്ടും പ്രതിപക്ഷത്ത് നിന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അടിയന്തര പ്രമേയത്തിന്റെ അനുമതി നിഷേധിച്ചതോടെയാണ്, അതായത് PC വിഷ്ണുനാഥ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് സംബന്ധിച്ച് ഈ വളയത്ത് ജോസഫ് എന്നയാളുടെ കാര്യം സൂചിപ്പിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ PC വിഷ്ണുനാഥ് ഇത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയിരുന്നു. ഈ അനുമതി നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് മുടങ്ങുന്ന ഒരു സാഹചര്യമില്ലെന്നും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ചില സമയങ്ങളിൽ മുടങ്ങിയത് അത് ഏകപക്ഷീയമായി കാണണമെന്നും ഒക്കെ തന്നെ ധനമന്ത്രി മറുപടി നൽകിയിരുന്നു. തുടർന്ന് നിലവിൽ PC വിഷ്ണുനാഥ് സമർപ്പിച്ച അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ധനമന്ത്രി തന്നെ മറുപടിയിൽ പറഞ്ഞു. ഇതോടുകൂടി സ്പീക്കർ ഈ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തിയത്. തുടർന്ന് സ്പീക്കറിന്റെ ചേംബറിന് മുന്നിലും പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം തുടർന്നു. ആ പ്രതിഷേധം തുടർന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തര പ്രമേയത്തിന് ഒരു തരത്തിലുള്ള അനുമതി ആവശ്യമില്ല, നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. തുടർന്ന് ധനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുമായി പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. കാരണം ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് അതിൻ്റെ ചില കണക്കുകൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ പ്രസ്താവന. അങ്ങനെ വളയത്ത് ജോസഫ് എന്നയാളുടെ ആത്മഹത്യ ഒരു തരത്തിലും ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേരിലല്ല എന്നുള്ള കാര്യമാണ് ധനമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. സഭയിലും ഇക്കാര്യം തന്നെയാണ് അദ്ദേഹം മറുപടിയായി പ്രതിപക്ഷത്തിന്റെ PC ജോർജ് ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് നോട്ടീസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണത്തിന് മറുപടിയായി ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. ഈ വളയത്ത് ജോസഫ് എന്നയാൾ നവംബറിലും ഡിസംബറിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും കൂടാതെ അദ്ദേഹം അന്തരിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഈ തൊഴിലുറപ്പ് കൂലിയുടെ കൊടുക്കാനുണ്ടായിരുന്ന ബാക്കി തുക കൂടി കൊടുത്തു തീർത്തതായിട്ടും ധനമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം ഈ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട സൂചിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ സൂചിപ്പിച്ച വ്യക്തിയുടെ വീട്ടിലേക്കുള്ള സഞ്ചാരപാത പോലും സർക്കാർ തന്നെ നിർമ്മിച്ചു നൽകിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ ധനമന്ത്രി തന്നെ പിന്നീട് മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം തൃപ്തരായിരുന്നില്ല. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കുകൾ, രേഖകൾ സഹിതം പുറത്തുവെക്കൂ എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതോടുകൂടിയും PC വിഷ്ണുനാഥ് ധനമന്ത്രിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും വലിയ രീതിയിലുള്ള പോർവിളിയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പ്രതിപക്ഷം നടുത്തളത്തിൽ നിന്ന് സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സഭ വിട്ട് സഭയുടെ മുന്നിൽ പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അതേസമയം തന്നെ അരിവില വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചും വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാഹചര്യം നടക്കുന്നതിന് ഇടയിൽ തന്നെയാണ് പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. തുടർന്ന് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുകയായിരുന്നു സ്പീക്കർ. നിലവിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അത് ഭക്ഷ്യമന്ത്രി അക്കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അവശ്യ സാധനങ്ങളുടെ വിലവർധനവ് സംബന്ധിച്ച സബ്മിഷനുകളിലും ഒക്കെ തന്നെ ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയത് അങ്ങനെ നിലവിൽ
സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം അദ്ദേഹം പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലും അങ്ങനെ തുടർച്ചയായി മുടങ്ങുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ധനമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇവർ സഭ ബഹിഷ്കരിച്ച് സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം ഇവർ സഭയിൽ പ്രതിഷേധിക്കുന്നു, സഭയിൽ മുദ്രാവാക്യം വിളിക്കുന്നു, സഭയിൽ പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നു. തുടർന്ന് ഈ തങ്ങളുടെ ആവശ്യം നിരാകരിച്ച സഭയെ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. ഇതോടുകൂടി സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി നാളെ രാവിലെ 9 മണിക്ക് സഭ ചേരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭയുടെ ഉള്ളിൽ ഇന്ന് സഭാ നടപടികൾ പൂർത്തിയാകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്പീക്കർക്ക് കടക്കേണ്ടി വന്നു. തുടർന്ന് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി പോകുന്നു, സഭ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതേസമയം തന്നെ പുറത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവും ലാത്തി ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു, ജലപീരങ്കി അടക്കമുള്ളവ ഉപയോഗിക്കുന്നു. അങ്ങനെ വലിയൊരു പ്രക്ഷോഭം തന്നെ തലസ്ഥാനത്ത് ഈ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വിഷ്ണു, ഒപ്പം തന്നെ സഭയ്ക്ക് പുറത്തും ഇന്ന് പ്രതിഷേധം സജീവമായിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് കലവുമായി സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന അവസ്ഥയടക്കം ഉണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി അടക്കം പോലീസ് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഭയ്ക്ക് പുറത്ത് ഈ പ്രതിഷേധം നടക്കുന്ന അതേസമയം തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടന്നത്. പ്രതിഷേധം പകുതി വഴിയിൽ തന്നെ പോലീസ് തടഞ്ഞെങ്കിൽ, ബാരിക്കേഡുകൾ കെട്ടി തടഞ്ഞെങ്കിലും പിന്നീട് ഈ അരിക്കലവുമായിട്ട് ഇവർ നടത്തിയ സമരം, അതായത് അരിവില വർധനവാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അരിക്കലവുമായി തന്നെയാണ് അവർ ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. ചിലർ മൺചട്ടി അടക്കമുള്ളവർ റോഡിൽ അടിച്ചു പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായി. എന്തായാലും വലിയ ഒരു പ്രതിഷേധം ഈ സഭാ നടപടികളുടെ തുടർച്ചയായി തന്നെ തലസ്ഥാനത്ത് നടക്കുന്നു എന്നാണ് ഈ മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് JB മേത്തർ അടക്കമുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് തുടർന്ന് ഇവർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ മഹിളാ കോൺഗ്രസിന്റെ സമരത്തിൽ MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടും പോലീസിന്റെ നടപടി അത് ശരിയായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ സഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അത് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. തുടർന്ന് പ്രതിപക്ഷ സഭാംഗങ്ങൾ നിയമസഭയ്ക്ക് പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്ത് പ്രതിഷേധം നടത്തുന്നു. തുടർന്ന് അതേസമയം തന്നെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ പുറത്ത് അരിവില വർധനവിൽ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു, കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലസ്ഥാനത്ത് ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന അതേസമയം തന്നെ ഈ ഗവർണറുടെ നയപ്രഖ്യാപന നന്ദി പ്രസംഗത്തിന് മറുപടി നടക്കുന്ന സമയത്താണ് ഈ പ്രതിഷേധങ്ങളൊക്കെ തലസ്ഥാനത്ത് റോഡരികിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഒപ്പം തന്നെ ആ പ്രതിഷേധം ഏത് വിധേനയും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും പറയുന്നത്. സഭാ നടപടികൾ വെട്ടിച്ചുരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തായാലും നാളെ രാവിലെ 9 മണിക്ക് ഈ നിർത്തിവെച്ച സഭാ നടപടികൾ അത് തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സഭ വ്യക്തമാക്കിയിട്ടുള്ളത്. വിഷ്ണു, ശരി. നിയമസഭയ്ക്കകത്തും പുറത്തും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. പ്രതിപക്ഷം സഭാ നടപടികൾ ഇന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. ശ്യാം കങ്കാലിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.